ഇന്നലെയാണ് ഷിബിലയുടെ ഉമ്മ ഹസീനയും പിതാവ് അബ്ദുറഹ്മാനും മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലെത്തിയത്. മകളെ നഷ്ടപ്പെട്ടതിൽ ഉള്ളുലയ്ക്കുന്ന വേദനയുണ്ട് ഇരുവർക്കും. യാസിറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ പോലീസിൽ പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഇരുവരും മാധ്യമങ്ങൾക്ക് മുൻപിൽ കരഞ്ഞു പറഞ്ഞത്. ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഇതിൻ്റെ ശരിക്കും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിന് ശരിക്കും ഉത്തരവാദി. പിന്നെ ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി ഒരു കറക്റ്റായിട്ട് എടുത്തില്ല, അന്ന് എൻ്റെ മോളെ ഇവിടെ ജീവനോടുണ്ടാവുമായിരുന്നു. കൊലപാതകം നടത്തിയതിന്റെ തലേ ദിവസം യാസിർ വീട്ടിൽ വന്നിരുന്നു. മദ്യം കഴിച്ചതിന്റെ ഗന്ധം അനുഭവപ്പെട്ടിരുന്നു. യാസിറിന്റെ രക്ഷിതാക്കൾക്കും ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിയാമായിരുന്നെന്നും ഹസീന പറയുന്നു. യാസിറിന്റെ കയ്യിൽ നിന്ന് പുതിയ സ്റ്റീൽ കത്തി കൂടാതെ ഒരു ചെറിയ കത്തി കണ്ടെത്തിയെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2 കത്തികളും കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് ഹസീനയുടെ പ്രതികരണത്തിലൂടെയും സ്ഥിരീകരിക്കുകയാണ്. ആദ്യം കുത്തിങ്ങാന് പിന്നെ ഓളെ അങ്ങോട്ട് ഒന്തി തള്ളിയിട്ട് 2 കത്തി കൊണ്ട് ഓളെ 4 കുത്തി കയത്ത് താക്കിക്കാന്. പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴേക്ക് ഉപ്പനെയും കുത്തി. 2 കത്തി ഉണ്ട് കയ്യിൽ. 2 കത്തിയും താക്കിയിട്ടാണ് ഓന് ഇവിടുന്ന് റോഡമ്മേലേക്ക് വണ്ടിയിലേക്ക് കയറിയത്. റിമാൻഡിൽ കഴിയുന്ന യാസിറിനു വേണ്ടി താമരശ്ശേരി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. യാസിർ ഉപയോഗിച്ചിരുന്ന കാറിലെ ബാഗ് അടക്കമുള്ള വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ആസൂത്രിത കൊലപാതകത്തിന്റെ കൂടുതൽ ചുരുളയിക്കാൻ പോലീസിനും സാധിക്കൂ. അതോടൊപ്പം യാസിർ ഉൾപ്പെടുന്ന ലഹരി സംഘത്തിലെ പ്രധാന കണ്ണികളെ കണ്ടെത്താനും കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.